ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ജനുവരി 9 വ്യാഴാഴ്ച തിരുസഭാ മാതാവ് വചന വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം മാർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 14 മുതൽ 33 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ഉപമകളിലൂടെ സംസാരിക്കുന്ന യേശുവിനെ ഇന്ന് സുവിശേഷ ഭാഗത്ത് നാം കണ്ടുമുട്ടുന്നു. വിത്തിൻ്റെ, വിതക്കാരൻ്റെ, കടുകുമണിയുടെ ഉപമയിലൂടെ ഈശോ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു. സ്വർഗരാജ്യം സ്വന്തമാക്കാനായി ഒരു ആത്മീയ നവീകരണത്തിന് നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കണം, വചനത്തെ മുറുകെ പിടിക്കണം എന്നൊക്കെ ജനങ്ങൾക്ക് ആഹ്വാനം നൽകുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ നവീകരിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 12-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതാണ്, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതാണ്. സ്നേഹം നിറഞ്ഞവരെ, നമ്മെ നവീകരിക്കാൻ സാധിക്കുന്ന ദൈവത്തിൻ്റെ ശക്തമായ വചനം നമുക്ക് നല്ല നിലമാകുന്ന ഹൃദയനിലത്ത് സ്വീകരിക്കുവാനായിട്ട് കഴിയണം. ചില വചനങ്ങൾ നമ്മുടെ ഹൃദയനിലത്തിൽ വീഴുമ്പോൾ തന്നെ പിശാച് എടുത്തു മാറ്റുന്നതിനാൽ നല്ല ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുന്നില്ല. ചില വചനങ്ങൾ കേൾക്കുമ്പോൾ സന്തോഷം, എന്നാൽ വചനാധിഷ്ഠിത ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ സാധിക്കുന്നില്ല. പിന്നെ ജീവിതം നിരാശ നിറഞ്ഞതായിത്തീരുന്നു. മറ്റു ചിലർ ജീവിതത്തിൻ്റെ വ്യഗ്രത നിമിത്തം വചനത്തെ മുറുകെ പിടിക്കാൻ സാധിക്കാത്ത മറ്റൊരു വിഭാഗമായിട്ട് മാറുന്നു. എന്നാൽ ചില വ്യക്തികൾ നല്ല നിലത്ത് ഒരുക്കമുള്ള ഹൃദയത്തിൽ വചനം സ്വീകരിച്ച് 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നവരാകുന്നുണ്ട്. ഇങ്ങനെ 100 മേനി ഫലം നൽകുന്നവർ പിശാചിന് കണ്ടെത്താൻ കഴിയാത്തൊരു കോണിൽ അവർ വചനത്തെ ഒളിപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ സന്തോഷത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും അനാരോഗ്യത്തിലും കണ്ണുനീരിലും അവർ വചനത്തെ മുറുകെ പിടിക്കുന്നു. ചിലർ മറിയത്തെ പോലെ ദൈവത്തിൻ്റെ അരികിലിരുന്ന് വചനം ശ്രവിക്കുന്നു, വചനത്തിൻ്റെ ശക്തിയെ മനസ്സിലാക്കുന്നു. വചനം പറയുന്നു: ആകാശത്ത് മഴയും മഞ്ഞും പെയ്യും, അത് ഭൂമിയെ നനയ്ക്കും, മണ്ണ് ഫലം പുറപ്പെടുവിക്കും. അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന വചനം ഫലം നൽകാതെ പോകുകയില്ല. അതിരാവിലെ ഉണർന്ന് ദൈവവചനത്തെ സ്വീകരിച്ച് അനുദിന ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഒത്തിരിയേറെ പേരുണ്ട്. ബലി ജീവിതത്തിലെ വചനത്തെ ധ്യാനിക്കുന്നവരുണ്ട്, പ്രതിസന്ധിയിൽ വചനത്തെ മുറുകെ പിടിക്കുന്നവരുണ്ട്. ഇവരുടെ ഇരുളടഞ്ഞ ജീവിതത്തിൽ വചനം പ്രകാശമായി മാറുന്നുണ്ട്. ഇവരെ വഴി നടത്തുന്ന ഈ വചന വെളിച്ചത്തിൽ മറ്റുള്ളവരെ കൂടെ കൂട്ടുമ്പോഴാണ് വചനമേനി 100 മേനി ആയിത്തീരുക. പൗലോസ് പറയുന്നു: ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാള് സ്വീകരിക്കുക. നമുക്കും വചനം സ്വീകരിക്കുന്നവരാകാം, വചനം പ്രഘോഷിക്കുന്നവരാകാം, വചനം ജീവിക്കുന്നവരാകാം.